ഹലോ ഗൈസ്. അപ്പോൾ എല്ലാവർക്കും സുഖം തന്നെയല്ലേ? നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞാൽ ഇന്ന് നമ്മുടെ ഡാൻസ് ക്ലാസ്സിൽ ചിലങ്കക്കെട്ടാണ്. അപ്പോൾ നമ്മൾ അതിനു വേണ്ടി ഇന്നാ പ്രോഗ്രാം, പക്ഷേ ഇപ്പോഴാണ് ഞാൻ മെഹന്തിയൊക്കെ ഇടുന്നത്. അപ്പോൾ അതിനുവേണ്ടി റെഡി ആവുകയാണ് ഗൈസ്. സോ ലെറ്റ്സ് ഗെറ്റ് ഇൻ ടു ദ വീഡിയോ. പ്രത്യേകിച്ച് ഡിസൈനൊന്നും ഇടാൻ അറിയാത്തതുകൊണ്ട് നമ്മൾ ഒരു ക്യാപ്പൊക്കെ ഇട്ട് വട്ടമൊക്കെ വരച്ചങ്ങ് പോവും. പിന്നൊരു കൊതി മൈലാഞ്ചി ഇടണം, അത്രേ ഉള്ളൂ. നമ്മൾ സാരിയൊക്കെ ഇന്നലെ പ്ലീറ്റ് ചെയ്ത് വെച്ചു. പിന്നെ മുടിയൊക്കെ ഇതിൽ കെട്ടി നോക്കി, പക്ഷെ സമയത്തിന് കെട്ടുമ്പോൾ ഒന്നും ആവത്തില്ല. മുടി കാണിക്കട്ടെ. എൻ്റെ തിരുപ്പനൊക്കെ ഞാൻ ഇവിടെ സെറ്റാക്കി വെച്ചേക്കുവാണ് ഗൈസ്. എൻ്റെ പേഴ്സണൽ വീഡിയോഗ്രാഫർ. നീ കണ്ണാടി, നീ മിററിൽ കൂടെ നിന്നെ കാണിക്കും. ഇതാണ് എൻ്റെ വീഡിയോഗ്രാഫർ. അപ്പോൾ നമുക്ക് ഇതെല്ലാം ഇട്ടിട്ട് കാണിച്ചു തരാം. ഓ സീൻ. ഈ ചിലങ്ക കെട്ടുന്ന ചടങ്ങിനെക്കുറിച്ച് വലിയ ധാരണയൊന്നും ഇല്ലാതാണ് ഞാൻ അങ്ങോട്ട് കടന്നു ചെന്നത്. ആദ്യം നമ്മുടെ ജൂനിയേഴ്സിൻ്റെ ആയതുകൊണ്ടും ആമിക്കുട്ടി നമ്മുടെ സ്വന്തം ആയതുകൊണ്ടും അവരുടെയൊക്കെ ചടങ്ങ് കണ്ടുപഠിച്ചിട്ട് എനിക്കും കയറാമല്ലോ. പിന്നെ ഗുരു പറഞ്ഞു തന്നാൽ എന്തൊക്കെയോ ഐഡിയകളുണ്ട്. വന്നിട്ട് നാട്ടടവും തട്ടടവും അതിൻ്റെയൊക്കെ ഒന്ന് ചെയ്ത് കാണിക്കണമെന്നും ഒരു സ്റ്റില്ലൊക്കെ പഠിപ്പിച്ചു തന്നു. അതൊക്കെ മനസ്സിൽ വെച്ചിട്ട് നമ്മുടെ കാല് കഴുകി കാലിൽ ചിലങ്ക കെട്ടിത്തരും എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. അതൊക്കെ ഒരു ഐഡിയ ഉണ്ട്, പക്ഷെ എന്താ ചെയ്യാൻ പോകുന്നതെന്ന് കറക്റ്റായിട്ട് അറിയില്ല. ആദ്യമൊക്കെ ഇവരുടേത് എങ്ങനെയാണ് ചെയ്യുന്നതെന്നൊക്കെ നോക്കിയിട്ടാണ് നമ്മൾ മനസ്സിലാക്കിയത്. ഈ കുട്ടികൾ പുതിയതായിട്ട് വന്നതായിട്ട്, പുതിയ വിദ്യാരംഭം തുടങ്ങുന്ന കുട്ടികളാണ്. അപ്പം ഗുരുവിന് വന്ന് ദക്ഷിണയൊക്കെ കൊടുത്ത് കാല് തൊട്ട് വണങ്ങി, പിന്നെ ഓരോരുത്തരെ ഇട്ട് നിന്ന് അവരുടെ ഫാമിലിയുടെ കൂടെയൊക്കെ ഇങ്ങനെ നിന്ന് ഫോട്ടോസൊക്കെ എടുത്ത് ഈ മൊമെൻറ്റ്സൊക്കെ അവരുടെ ലൈഫിൽ പിന്നീട് ഉണ്ടാകുന്നെന്ന് പോലും ആ കുട്ടികൾ ചിന്തിച്ചിട്ടുണ്ടാവില്ല. എന്തിനു പറയണം, ഇപ്പം നടക്കാൻ പോകുന്ന ഈ ചിലങ്ക കെട്ടുന്ന ചടങ്ങ് പോലും എൻ്റെ ജീവിതത്തിൽ ഇനി ഉണ്ടാകുമെന്ന് ഞാൻ വിചാരിച്ചതല്ല. LKG-യിൽ ഞാൻ ഡാൻസ് പഠിക്കാൻ പോയപ്പോൾ അമ്പലത്തിൽ നമ്മുടെ അരങ്ങേറ്റം നടത്തുന്നതുകൊണ്ട് വീട്ടിൽ അങ്ങനെ സമ്മതിച്ചിട്ടൊന്നുമില്ലായിരുന്നു. പക്ഷെ എനിക്ക് ഭയങ്കര ആഗ്രഹമായിരുന്നു ക്ലാസിക്കൽ ഡാൻസ് പഠിക്കണം, കളിക്കണം എന്നൊക്കെ. അപ്പം ഞാൻ എൻ്റേതായിട്ടുള്ള ഒരു ഐഡിയയിലൊക്കെ എന്തൊക്കെയോ കളിച്ച് കൂട്ടുകയും ഒക്കെ ചെയ്തിട്ടുണ്ട്. പക്ഷെ അതൊന്നും ശരിയൊന്നും അല്ലായിരുന്നു. പക്ഷെ മനസ്സിലൊരാഗ്രഹം കൊണ്ടായിരുന്നു, ഞാൻ ഒരു ഇഷ്ടം ഉണ്ടായിരുന്നു എനിക്ക് ഡാൻസിനോട്. എപ്പോഴും പ്രോഗ്രാംസ് ചെയ്യുമ്പോഴാണെങ്കിലും എല്ലാം എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. എനിക്ക് മറ്റൊന്നിനേക്കാളും ഇഷ്ടം ഡാൻസിനോടാണ്. ഈ കുട്ടികൾ കളിക്കുന്നത് കണ്ടോ, അവർ പറഞ്ഞു കൊടുത്തിട്ട് തൊട്ട് വണങ്ങാൻ വേണ്ടിയിട്ട് കുട്ടികൾക്ക് പറഞ്ഞു കൊടുക്കുകയാണ്. അപ്പം അവരവരുടെ ആദ്യത്തെ ചുവട് വെച്ചിട്ട് ഇങ്ങനെ തുടങ്ങുകയാണ്. പിന്നെ ഓരോരുത്തരായിട്ട് ഈ ചിലങ്ക കെട്ട് എങ്ങനെയാണ് ചെയ്യുന്നതെന്ന് ഞാനിങ്ങനെ നോക്കി പഠിക്കുകയാണ്. അപ്പം അവർ കൊണ്ടുപോയി, അതായത് കുട്ടികൾ ഗുരുവിന് ദക്ഷിണ കൊടുത്തിട്ട്, അതായത് അവരുടെ മാതാവ് ഉണ്ടെങ്കിൽ മാതാവിൻ്റെ കയ്യിൽ നിന്ന് ദക്ഷിണ വാങ്ങി ഗുരുവിന് കൊടുക്കും. ഗുരുവിന് കൊടുത്തിട്ട് ഗുരുവിൻ്റെ കാല് തൊട്ട് വണങ്ങി ഗുരുവിൻ്റെ അനുഗ്രഹം വാങ്ങി, അത് കഴിഞ്ഞ് ഗുരു നമുക്ക് ചിലങ്ക തരും. അതിൽ നമ്മൾ നമ്മൾ തൊട്ട് തൊഴുതിട്ട് അതവിടെ കൊടുത്ത്, പിന്നെ ഓരോ താലങ്ങൾ വെച്ചിട്ടുണ്ട്. മഞ്ഞളിൻ്റെ വെള്ളം, പാലിൻ്റെ വെള്ളം, സാദാ വെള്ളം. ഈ ഓരോ താലങ്ങളിലും വലത് കാല് വെച്ച് കയറി നിലത്ത് തൊടാതെ ഓരോ താലങ്ങളിലും പിന്നീട് ചവിട്ടി, അതായത് ഇപ്പം ആദ്യം മഞ്ഞളിൻ്റെ താളത്തിൽ നിൽക്കുകയാണെങ്കിൽ ആ താളത്തിൽ ഗുരു വന്ന് ആ താളത്തിൽ നിന്നുകൊണ്ട് നമുക്ക് കാല് കഴുകും. പിന്നെ പാലിൻ്റെ വെള്ളത്തിൽ കാല് കഴുകും. പിന്നീട് സാദാ വെള്ളത്തിൽ കഴുകി അടുത്ത വലത് കാല് വെച്ചിട്ട് ഒരു വെള്ള തുണി, നമ്മുടെ തോർത്ത് പോലത്തുള്ള തുണി അവിടെ വെച്ചിട്ട് ഗുരു നമ്മുടെ കാല്, നല്ല വൃത്തിയുള്ള തുണിയാണ്, കാല് നമുക്ക് തുടച്ച് തന്നിട്ട് പിന്നീട് ഓരോ ചിലങ്കയായിട്ട് നമ്മുടെ കാലിൽ അണിയിച്ച് തരും. അങ്ങനെയാണ് ചടങ്ങ് വരുന്നത്. എനിക്കിതിനെക്കുറിച്ച് കാര്യമായിട്ടുള്ള അറിവൊന്നുമില്ല. ഞാൻ അവിടെ കണ്ട കാര്യം, ഞാൻ എക്സ്പീരിയൻസ് ചെയ്ത കാര്യം ഞാൻ നിങ്ങളോട് ഷെയർ ചെയ്തതേ ഉള്ളൂ. കാരണം ഞാൻ എൻ്റെ ജീവിതത്തിൽ ആദ്യമായിട്ട് എക്സ്പീരിയൻസ് ചെയ്യുന്നൊരു സംഭവമാണ്. ഞാൻ ഈ വീഡിയോ ഇൻസ്റ്റയിലും അവിടെ ഇവിടെയൊക്കെ ഷെയർ ചെയ്തപ്പോഴും എൻ്റെ അടുത്ത് ആളുകൾ ഇതിൻ്റെ ഡൗട്ട് ചോദിച്ചു. അപ്പോൾ കുറേ പേർക്ക് ഇതിനെക്കുറിച്ച് ഒരു ഐഡിയയുമില്ല. അപ്പം എനിക്ക് കിട്ടിയൊരു കുഞ്ഞറിവ് ഞാൻ നിങ്ങൾക്കൂടെ ഷെയർ ചെയ്യാമെന്ന് വിചാരിച്ചു.
അങ്ങനെ ഈ കാലൊക്കെ കഴുകിയിട്ട് ഈ ഗ്രീൻ ഡ്രസ്സിട്ട്, അതായത് ഗ്രീൻ സാരി ഉടുത്ത് നിൽക്കുന്നതാണ് നമ്മുടെ ബാക്കിയുള്ള ഗുരുക്കൾ. അതായത് നമ്മളെ ബാക്കി എല്ലാം പഠിപ്പിക്കുന്ന ടീച്ചേഴ്സ്. നമ്മുടെ മെയിൻ ടീച്ചർ അതാണ്. ഈ ബാക്കി ഗ്രീൻ ഇട്ട് നിൽക്കുന്നതാണ് നമ്മുടെ ബാക്കിയുള്ള ടീച്ചേഴ്സ്. എനിക്ക് എല്ലാവരുടെയും പേരൊന്നും കറക്റ്റായിട്ട് അറിയില്ല കേട്ടോ, ഞാൻ പഠിച്ചു വരുന്നതേ ഉള്ളൂ. അതുകൊണ്ട് ഞാൻ ആരുടെയും പേരെടുത്ത് പറയുന്നില്ല. അടുത്തതായിട്ട് ആമയുടെ ഊഴമായിരുന്നു. ആമയുടെ അമ്മ, അതായത് സഫ്നാത്ത, ഇങ്ങനെ ദക്ഷിണ കൊടുത്തിട്ട് ആമി പിന്നെ ഗുരുവിന് കൊടുത്തു. പിന്നെ ആസ് യൂഷ്വൽ ആമയും കൊണ്ട് ഇങ്ങനെ ഓരോ താലത്തിൽ ഇങ്ങനെ കയറ്റി നിർത്തിയിട്ട് ആമയുടെ കാലൊക്കെ കഴുകി വൃത്തിയാക്കി. അതായത് ഇപ്പം ഓരോ കുട്ടികൾ കഴുകുന്ന ആ വെള്ളം അവർ അപ്പം തന്നെ മാറ്റി, ഈവൻ ആ കാല് തുടയ്ക്കുന്ന തുണി പോലും അവർ മാറ്റിയിട്ടാണ് അത് ചെയ്യുന്നത്. കെയറോടെയാണ് ചെയ്യുന്നത്. എത്ര കുട്ടികളുടെ കാലാണ് ആ ഗുരു കഴുകി കൊടുക്കുന്നതെന്ന് ആലോചിച്ചൊക്കെ. എന്ത് ക്ഷമയാണ് ഒരു ഗുരു എന്ന നിലയ്ക്ക്, അതായത് അല്ലെങ്കിൽ ഒരു ടീച്ചർ എന്ന നിലയ്ക്ക് ഒരു കുട്ടിയോട് അല്ലെങ്കിൽ തൻ്റെ ശിഷ്യനോട് ചെയ്യുന്ന ഏറ്റവും വലിയ കാര്യമാണ്. എനിക്ക് അതുവരെ ഉള്ളിൽ നിന്നൊരു ആ ഒരു കുളിർമ വന്നില്ല. ഞാൻ അവിടെ പോയി നിന്ന് ഗുരുവിൻ്റെ അനുഗ്രഹം വാങ്ങിച്ച് അത് കഴിഞ്ഞപ്പോഴേക്കും എനിക്ക് വല്ലാത്തൊരു കുളിർമയും വല്ലാത്തൊരു പ്രൗഡ് മൊമെൻ്റ് എന്നൊക്കെ തോന്നത്തില്ലേ, അങ്ങനെയൊക്കെ തോന്നി. അങ്ങനെ ആമിയുടെ പരിപാടികളെല്ലാം കൊച്ചു പിള്ളേരുടെ ഇത് കാണാൻ ഭയങ്കര ക്യൂട്ടായിരുന്നു. പിന്നെ ബാക്കിയുള്ള നമ്മൾ വലിയ ആൾക്കാരാണ്, വലിയ തള്ളച്ചികൾ, എന്നെപ്പോലുള്ള തള്ളച്ചികൾ മാത്രം. അങ്ങനെയായിരുന്നു. തള്ളച്ചികൾ എന്ന് പറയാൻ പറ്റില്ല കേട്ടോ. എന്നുവെച്ചാൽ ഞാൻ ആരെയും കളിയാക്കി പറഞ്ഞതല്ല. അവരുടെ ഏജ് പോലും മൈൻഡാക്കാതെ വന്ന് ഡാൻസ് പഠിക്കുന്ന എത്രയോ ആൾക്കാരുണ്ട്. പിന്നീട് ഈ കാല് കഴുകിയിട്ടുള്ള സംഭവം എന്ന് പറഞ്ഞാൽ ഒരു 4-5 പേര് ഒരു ഗ്രൂപ്പായിട്ട് കാണും. കാരണം ഓരോരുത്തർക്ക് കൊടുത്തു കഴിഞ്ഞ് അങ്ങനെ സമയം പോകുമല്ലോ. അപ്പോൾ ഈ ഓരോ ഗുരുക്കന്മാരില്ലേ, അതായത് ഞാൻ പറഞ്ഞില്ലേ, ഈ ഗ്രീൻ സാരി ഉടുത്തവരെല്ലാം ഗുരുക്കളാണ്. അപ്പോൾ ഈ 4-5 പേര് ഒരുമിച്ച് ദക്ഷിണ കൈമാറി അവരുടെ കാല് തൊട്ട് വണങ്ങി അനുഗ്രഹം വാങ്ങും. അങ്ങനെ എല്ലാ ഗുരുക്കന്മാരുടെ കയ്യിൽ നിന്നും അനുഗ്രഹം വാങ്ങി അവരുടെ കൂടെ ഫോട്ടോ എടുക്കും. അത് കഴിഞ്ഞിട്ട് ഫാമിലി ഫോട്ടോ. അങ്ങനെയായിരുന്നു സംഭവം. ഓരോ ഗ്രൂപ്പ് തിരിച്ച് അങ്ങനെയായിരുന്നു ചെയ്തുകൊണ്ടിരുന്നത്. പിന്നെ ഇത് കഴിഞ്ഞതിന് ശേഷം, ഈ ഫോട്ടോ എടുപ്പ് അങ്ങനെ കഴിഞ്ഞതിന് ശേഷം നേരെ അവർ പറഞ്ഞ തട്ടടവ് നാട്ടടവ് പറയുന്നത് നമ്മൾ ആദ്യം തൊട്ട് തൊഴുത് തട്ടടവ് നാട്ടടവ് ചെയ്ത് പിന്നെയും തൊട്ട് തൊഴുത് ഇറങ്ങുകയാണ്. നമുക്ക് പ്രാക്ടീസ് ഉള്ളതുകൊണ്ട് നമ്മൾ പിന്നീട് തൊട്ട് തൊഴുതില്ല. അങ്ങനെ ഓരോ ഗുരുക്കളുടെ കയ്യിൽ നിന്നും അങ്ങോട്ടും ഇങ്ങോട്ടും ദക്ഷിണയൊക്കെ വാങ്ങി അങ്ങനെ പിള്ളേർ അങ്ങോട്ടും ഇങ്ങോട്ടും നിന്നിട്ടുള്ള സംഭവങ്ങൾ മനസ്സിലായോ? ഓരോ ഗുരുക്കന്മാർക്കും കൊടുത്തിട്ട് അവിടുന്ന് നേരെ തിരിഞ്ഞ് നിൽക്കും ഫോട്ടോയ്ക്ക് വേണ്ടിയിട്ട്. അങ്ങനെയായിരുന്നു സംഭവം. അങ്ങനെ കാത്തിരുന്ന് ചിലങ്ക കെട്ടാനായിട്ടുള്ള എൻ്റെ ഊഴവും വന്നു.
ഉള്ളിൽ കുറച്ച് ഭയം ഉണ്ടായിരുന്നു, എക്സൈറ്റ്മെൻറ്റ് ഉണ്ടായിരുന്നു, എന്തൊക്കെയോ ഫീലിങ്സ് ഉണ്ടായിരുന്നു. പിന്നെ ഒരേ സമയം ഞാൻ എൻ്റെ ഹസ്ബൻഡിനെ അമ്മയും ഒരേപോലെ മിസ് ചെയ്തു. കാരണം അവർ കാരണമാണല്ലോ ഞാനിവിടെ എത്തി നിന്നത്. പിന്നെ അലിക്കുട്ടൻ എൻ്റെ കൂടെ ഉള്ളതുകൊണ്ട് ഞാൻ ഹാപ്പി ആയിരുന്നു. പിന്നെ ആ സമയമായപ്പം ആമി പ്രാക്ടീസിന് പോയി, സഫ്നാത്തായി അണ്ണനും പുറത്ത് പോയിട്ട് പിന്നെ വരാൻ കുറച്ച് ലേറ്റായി. അതിൻ്റെ കുറച്ചൊരു ഒരു സ്ട്രെസ് ഉണ്ടായിരുന്നു എനിക്ക്. പിന്നെ പാൻറ്റൊക്കെ ഉയർത്തി വെച്ചിട്ട് ഓരോ താലത്തിലും വലത് കാല് വെച്ച് തൊഴുതിട്ട് വേണം കയറാൻ. അപ്പം തൊഴുത് ഞാനിങ്ങനെ കയറാൻ വേണ്ടി തുടങ്ങി. ഫസ്റ്റ് ആ കാല് ആ വെള്ളത്തിൽ വെച്ച് ആ കാലങ്ങോട്ട് കഴുകിയപ്പോഴത്തേക്ക് രോമാഞ്ചമാണോ, കുളിർമയാണോ, സന്തോഷമാണോ, എക്സൈറ്റ്മെൻ്റ് ആണോ, എന്താണ് എൻ്റെ മനസ്സിൽ വന്നതെന്ന് എനിക്ക് പറയാൻ പറ്റില്ല. എൻ്റെ കണ്ണൊക്കെ നിറഞ്ഞുപോയി. സത്യം പറയാലോ, എനിക്ക് വല്ലാത്തൊരു ഒരു ഡിഫറെൻറ്റ് ഫീലിംഗ് ആയിരുന്നു ആ ഒരു സമയത്ത്. പിന്നെ എൻ്റെ കാല് വേറൊരാൾ, നമ്മൾ കൊച്ചു പിള്ളേരാകുമ്പോൾ ഓക്കെ, നമ്മുടെ ഗുരു നമ്മുടെ കാല് കഴുകി തരുമ്പോൾ എനിക്ക് വിഷമം വരുന്ന പോലെ എന്തോ, അയ്യോ എൻ്റെ കാല് കഴുകി തുടച്ച് തരുന്നില്ല. ഞാൻ ഇടയ്ക്കിടയ്ക്ക് എൻ്റെ കാലിലോട്ട് ഇങ്ങനെ നോക്കുകയാണ്. അയ്യോ ഇത് വേഗം തീർന്നായിരുന്നെങ്കിൽ, പാവം ടീച്ചറിൻ്റെ കാലൊക്കെ കഴുകി തരുന്നല്ലോ. പിന്നെ ഇതൊരു ചടങ്ങായതുകൊണ്ട് അങ്ങനെ അങ്ങ് നിന്ന് കൊടുത്തു. പിന്നെ പാൻ്റൊക്കെ താഴ്ത്തിയിട്ടിട്ട് ഓരോ കാലിൽ ചിലങ്ക കെട്ടിത്തരും. ഫസ്റ്റ് ആ ടീച്ചർ ചെയ്തതെന്ന് പറഞ്ഞാൽ, ആ ചിലങ്ക പുതിയതായതുകൊണ്ട് അത് നല്ല ഉടച്ചിട്ട് മാത്രമേ നമ്മുടെ കാലിൽ കെട്ടാൻ പറ്റുള്ളൂ. അങ്ങനെ ചെയ്താൽ മാത്രമേ നല്ല ഫ്ലെക്സിബിളായിട്ട് നമ്മുടെ കാലിൽ കിടക്കുകയുള്ളൂ. ഞാൻ ആ LKG ഞാൻ ചിലങ്ക എൻ്റെ കയ്യിൽ ഉണ്ടായിരുന്നു തോന്നുന്നു, എനിക്ക് ഓർമ്മയില്ല. ഇപ്പോഴാണല്ലോ നമുക്ക് നമ്മുടെ നോർമൽ മൈൻഡിൽ വരുന്നത്. ഇപ്പം നടക്കുന്ന കാര്യമാണല്ലോ നമ്മുടെ മനസ്സിൽ എപ്പോഴും ഉണ്ടാവുന്നത്. അപ്പോൾ ഇതെൻ്റെ കാലിൽ കെട്ടിക്കഴിഞ്ഞപ്പോഴത്തേക്ക് ഒരുപാട് സന്തോഷം, പറഞ്ഞറിയിക്കാൻ പറ്റാത്ത സന്തോഷം. ഭയങ്കര ഗ്രേറ്റ്ഫുള്ളായിരുന്നു. അത് കഴിഞ്ഞിട്ട് ഞാൻ കാലിൽ ചിലങ്കയൊക്കെ ഇട്ടിട്ടുള്ള വീഡിയോസൊക്കെ എടുത്തു. പിന്നെ ഞങ്ങളുടെ ബാച്ചിലെ ഓരോരുത്തരുടെ ഇങ്ങനെ വന്നുകൊണ്ടിരുന്നു. എന്നെ ഫസ്റ്റ് ഞാൻ രാവിലെ തൊട്ടേ വന്നിരുന്നത് കൊണ്ട് എന്നെ നേരത്തെ വിളിച്ചു. ഞങ്ങളുടെ ചടങ്ങ് 2 മണിക്ക് തുടങ്ങുന്നെന്ന് പറഞ്ഞാൽ കറക്റ്റ് 2 മണി ആയപ്പോഴത്തേക്ക് എന്നെ വിളിച്ചു, ഞാനവിടെ ഇരിക്കുന്നത് കൊണ്ട്. പിന്നെ ഓരോരുത്തർ വരുന്നതിനനുസരിച്ച്, കാരണം വലിയ ആൾക്കാരല്ലേ, ഓരോരുത്തർക്കും അവരുടേതായിട്ടുള്ള തിരക്കുകളുണ്ട്. തിരക്കുകളൊക്കെ മാറ്റി വെച്ചിട്ട് അവർക്ക് വേണ്ടിയിട്ടുള്ള സമയമാണ് അവർ കണ്ടെത്തിക്കൊണ്ടിരിക്കുന്നത്. ഞാൻ ഇവരുടെയൊക്കെ കാര്യം വെച്ച് നോക്കുമ്പോൾ നമുക്ക് പിന്നെയും സമയമുണ്ട്. ഇവരൊക്കെയെന്ന് പറഞ്ഞാൽ അവരുടെ ഏജിൻ്റെ ആണെങ്കിലും എല്ലാം വെച്ചിട്ട് അതൊക്കെ മാറ്റി വെച്ചിട്ട് ഡാൻസിനോടുള്ള അത്രയ്ക്കുള്ള ഇഷ്ടവും അതിനോടുള്ള ആ ഒരു പ്രണയവും എല്ലാം കാരണമാണല്ലോ ഇവിടെ നമ്മളെല്ലാവരും ഒത്തുകൂടിയത്. ഇതാണ് ഞങ്ങളുടെ ചിലങ്ക കെട്ടിയ ബാച്ച്. അങ്ങനെ ഞങ്ങളെ ഓരോരുത്തരായിട്ട് ഇങ്ങനെ കൊച്ചു പിള്ളേരെ നിർത്തുന്ന പോലെ ഇങ്ങനെ നിർത്തി ഫോട്ടോസും സ്റ്റില്ലും ഗുരുവിന് ദക്ഷിണ കൊടുക്കുന്ന ഫോട്ടോസും ഒക്കെ ഇങ്ങനെ എടുത്തുകൊണ്ടിരിക്കും. എനിക്ക് വീഡിയോസൊക്കെ എടുത്തു തരുന്നത് അലിക്കുട്ടനാണ് കേട്ടോ. അങ്ങനെ ഓരോ ഇതും അവനെ കൊണ്ട് ഇങ്ങനെ എടുപ്പിച്ച് ഓരോരുത്തർക്ക് ഇങ്ങനെ കൊടുക്കുന്നതും ഒക്കെ അവനിങ്ങനെ വീഡിയോസൊക്കെ എടുത്തു തന്നു. എനിക്ക് അലിക്കുട്ടൻ തന്നു കുറേ ഫോട്ടോസ് എടുത്തു. എൻ്റെ പൊന്നെ, എന്നാക്കിയിടില്ല ഫോട്ടോസാണെന്നറിയാവോ. അവനിലൊരു ഫോട്ടോഗ്രാഫറുണ്ട്. അങ്ങനെ ഞങ്ങൾ ഓരോ ഗുരുക്കന്മാർക്കും ദക്ഷിണ കൈമാറി അവരുടെ കാല് തൊഴുത് അനുഗ്രഹം വാങ്ങി അവരുടെ കൂടെ നിന്ന് ഫോട്ടോസ് എടുത്ത് അങ്ങനെ എല്ലാ ഗുരുക്കന്മാർക്കും ഇത് നമ്മൾ ചെയ്ത് ലാസ്റ്റ് നമ്മൾ നമ്മുടെ സ്റ്റില്ലും അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ചെയ്ത് കുറേ ഫോട്ടോസ് എടുത്തു. പിന്നെ ഒരുമിച്ചുള്ള വീഡിയോസ് എടുത്തു. അങ്ങനെ സമയം പോയതറിഞ്ഞില്ല. എൻ്റെ ഏറ്റവും ജീവിതത്തിൽ മറക്കാനാകാത്ത ഒരു ദിവസം എന്ന് തന്നെ പറയാം ഈ 2025 ഒക്ടോബർ 2. ഞാൻ എൻ്റെ ജീവിതത്തിൽ ഒരിക്കലും മറക്കില്ല. ഇത് എൻ്റെ ഒരു സ്വഭാവം വെച്ചിട്ട് ഇത് എവിടെ വരെ പോവും എന്നെനിക്കറിയില്ല. പക്ഷേ ഞാൻ എന്നെക്കൊണ്ട് മാക്സിമം എൻ്റെ മനസ്സിലെ, എൻ്റെ ജീവിതത്തിലെ എൻ്റെ ഏറ്റവും വലിയ സ്വപ്നമായ അരങ്ങേറ്റത്തിൽ ഞാൻ എത്തിച്ചേരുമെന്ന് എനിക്ക് തോന്നുന്നു. ഫസ്റ്റ് തുടങ്ങിയ സമയത്തും എനിക്ക് കുറച്ച് നാൾ പോകാൻ പറ്റില്ല. എൻ്റെ കാലൊക്കെ ഫുൾ ഇഞ്ചുറിയായി, പിന്നെ മടിയായി. പിന്നെയും ഞാൻ വീണ്ടും എൻ്റെ ഹസ്ബൻഡിൻ്റെയും അമ്മയുടെ നിർബന്ധപ്രകാരം ഞാൻ വീണ്ടും റീസ്റ്റാർട്ട് ചെയ്തു. ഞാൻ പോയാൽ ശരിയാവോ എന്നുള്ള. അങ്ങനെ ശരിയായി. നിങ്ങളെൻ്റെ സാരി ശ്രദ്ധിച്ചു, എല്ലാവരും നേരെ എടുത്തു. അതിൻ്റെ പ്രിൻ്റ് ഞാൻ ആ സാരി തിരിച്ചാണ് എടുത്തത്, കണ്ടോ. അങ്ങനെ നമ്മുടെ ഊഴമെത്തി.
കാലെടുത്ത് വെച്ചോ. കാലെടുത്ത് വെച്ച് നേരെ ശാന്തി നേരെ നോക്കി ചെടികൾ നീക്കുന്നു. പാവം അലിക്കുട്ടൻ, അവനെ കൊണ്ടാവുന്നത് പോലെ അവൻ വീഡിയോസൊക്കെ എടുക്കാൻ വേണ്ടി ശ്രമിച്ചു. പാവം, എനിക്ക് ഒത്തിരി ഹാപ്പി. എനിക്ക് വേണ്ട കുറേ മൊമെൻറ്റ്സ് അവൻ എനിക്ക് എടുത്തു തന്നു. എന്നാൽ അവൻ എനിക്ക് വേണ്ടി വെയിറ്റ് ചെയ്യുന്ന ഒരു കുഞ്ഞു കാലുകളാണ് കാണുന്നത്. നമ്മൾ സ്റ്റില്ലെടുക്കുന്നതും ഒക്കെ അവനിങ്ങനെ വെയിറ്റ് ചെയ്ത് എടുക്കുന്നുണ്ട്. വീഡിയോ കട്ടാക്കാതെ പോലും കാത്തിരുന്ന് എടുക്കുമായിരുന്നു. പാവം കുട്ടി. വേറൊരു കുട്ടികളും ചെയ്യാത്ത ഒരു കാരണം, ക്ഷമയോടെ എല്ലാ കാര്യങ്ങളും, എനിക്ക് ഫോട്ടോസ് എടുക്കണമെങ്കിലും എല്ലാ കാര്യങ്ങളും എനിക്ക് അവൻ ചെയ്തിട്ട് എനിക്ക് അവനോട് ഭയങ്കര ഒരു അറ്റാച്ച്മെൻറ്റാണ്. അവൻ ഞാനും തമ്മിൽ ഒത്തിരി ഏജ് ഡിഫറൻസ് ഉണ്ടെങ്കിലും എൻ്റെ ഒരു ബെസ്റ്റി ആണ് അലിക്കുട്ടൻ. അങ്ങനെ ഞങ്ങളുടെ സ്റ്റില്ല്, നേരത്തെ പഠിപ്പിച്ച് തന്ന സ്റ്റില്ല് ഞങ്ങൾ പഠിച്ചെങ്കിലും അവിടെ വന്നപ്പം പലരും പലതായിട്ടാണ് നിന്നത്. പിന്നെ ഞങ്ങളെല്ലാം നിർത്തി ശരിയാക്കിക്കൊണ്ടിരിക്കുകയാണ് ഞങ്ങളുടെ ടീച്ചേഴ്സ്. അത്ര എല്ലാവരുടെയും കയ്യിരിക്കുന്നുണ്ടോ, എൻ്റെ കയ്യിലിരിക്കുന്നത് നേരെ താപ്പോട്ട് അങ്ങോട്ടോട് അവിടെ നിന്നൊരു തിരിച്ചു വെക്കൂ എന്നൊക്കെ ഞങ്ങൾ കേട്ട് തിരിച്ചൊക്കെ വെച്ചിട്ട് ഞങ്ങളുടെ ഫോട്ടോസൊക്കെ എടുത്തു. ഞാൻ അഡ്ജസ്റ്റ് ചെയ്തു. അങ്ങനെ ഞങ്ങളുടെ ഗ്രൂപ്പ് ഫോട്ടോസും എടുത്തു. ഗൈസ്, നമ്മുടെ ചിലങ്കകെട്ടൊക്കെ കഴിഞ്ഞു ഗൈസ്. നമ്മൾ തിരിച്ചു പോവാം പ്രാക്ടീസൊക്കെ കഴിഞ്ഞിട്ട്. ഓക്കെ, വീട്ടിൽ ചെന്നിട്ട് കാണാം. ബൈ. എന്താ നീ അലിക്കുട്ടൻ പോസ്റ്റായിരുന്നോ? അവൻ എന്തോ ചെയ്യണമെന്ന് അറിയാതിരിക്കുമായിരുന്നു അല്ലേടാ. ഫോണിപ്പോൾ ഓഫായി പോവും. പ്രോഗ്രാമൊക്കെ കഴിഞ്ഞ് ഞങ്ങളെ കൊണ്ടുവരാൻ വേണ്ടിയിട്ട് വിളിക്കാൻ വരാമെന്ന് പറഞ്ഞ് വെയിറ്റ് ചെയ്തിരിക്കുക. ഞങ്ങളുടെ കാറെത്തി. ഫോൺ ഓഫായി. ഇപ്പോൾ ഓഫാവും. ബൈ ഞാൻ വെച്ച് ഫോൺ ഓഫായി പോയിരുന്നു. ബൈ ഗായ്സ്.